സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നഗരിപ്പോക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന അത്രയും പരിപാടിയുള്ളൂ. ഇൻവെൻട്രിയിൽ ആവശ്യത്തിനുള്ള സാധനം തന്നെയൊക്കെ തന്നെ ഇരിക്കണേ. കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്ത് വെച്ചാൽ മതി. ഒബ്സിഡിയനും നമുക്ക് പോർട്ടൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒന്ന് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഇരുന്നോ, അത് പിന്നെ മാറ്റി വെച്ചാലാം. ബൈ ദ വൈ, പിന്നെ എൻ്റെ ഷവല് മാക്സ് ഒന്ന് മെൻറ്റ് ചെയ്തു. ഒരു കാര്യമില്ല, ചുമ്മാ ഇതെന്നുള്ളൂ. ഇനി നമുക്കൊരു ഫ്ലിൻറ്റ് ഉണ്ടാക്കണം. ഫ്ലിൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ട്. പിന്നെ അയണുണ്ടോ? അയണേ ഉള്ളൂ. ഇനി ഒരു ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ, അതിലും കൂടി അൺബ്രേക്കിംഗ് 3 ഇട്ടാലോ? ഓക്കെ, ഇനി ഇത് കത്തിക്കാം. ശ്രദ്ധിച്ച് കത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട് നിന്ന് എത്തും. ഇപ്പോൾ നമ്മുടെ പോർട്ടൽ അവിടെ റെഡിയായി. ഇപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് പൊട്ടാനുള്ളതാണ്, അത് പതിവ് കണ്ടോളൂ. അതിൽ കയറുമ്പോൾ എന്തായാലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അടിപൊളി. പോയത് കേവിലോട്ട്. ഞാനോ ചുറ്റും ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് സ്ഥലം കാണുന്നു. ഇങ്ങോട്ടേക്ക് വല്ലതും ഉണ്ടാവുമോ? ഉണ്ട്. അവൻ എന്നെ പേടിച്ചോടിയ, അതെന്താവോ? ഇതാണ്ട് തന്നെ, അവനെന്നെ എന്നെ പേടിച്ചോടിയില്ല. അത് കണ്ടോ, ഓടണുണ്ടോ? ഇവിടെ അടുത്ത് വല്ല പോഗ്ലിനോ പിഗ്ലിനോ വല്ലതും ഉണ്ടോ? നമ്മുടെ സോഡിൽ ഫയർ ആസ്പെക്റ്റും കൂടി ആഡ് ചെയ്തായിരുന്നു. ഇപ്പം ഇവരെ പൊക്കടായിട്ട് കിട്ടിയാണ്. ഇതേ വരുന്നെടുത്തത് ഞാൻ നോക്കണ ഫോർട്രസ് എല്ലാം ഉണ്ടോന്നാ. കറക്റ്റ് ഇവിടെ തന്നെ സ്പോണായി. പൊട്ടൻ അവൻ എന്നെ കാണുമ്പോൾ ചെറുതായിട്ട് ദൂരത്തോട്ട് ഓടണ്ടല്ലോ. കണ്ട, അവനെന്നെ അറ്റാക്കും ചെയ്യല്ല. എന്തെങ്കിലും അയ്യോ, അവന്മാര് കുറെ എണ്ണമുണ്ട്. ഞാനില്ലേ കൈ വയ്ക്കില്ല. ആർമറിന്റെ ഒന്നും പോയിട്ടില്ല. ഭാഗ്യം പോയൊരു ഗോൾഡിന്റെ ആർമർ ഇട്ടിട്ട് വേടാ. ആർമർ ഇട്ടിട്ടുണ്ട്. ഇനി അവന്മാരൊന്നും ചെയ്യത്തില്ലല്ലോ. എന്തായാലും നമ്മളിവിടെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം സേഫ് ആയിരിക്കും. കാരണം നമ്മളിവിടെ ഒരു കേവിനകത്തോട്ടാണ് സ്പോൺ ആയേക്കണേ. ഞാൻ കുഴിച്ചു പോയ വഴി. ഓക്കെ, അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായി. ആവശ്യത്തിന് ഇവരെന്നാ തമ്മിലടിക്കാത്ത? ഇവർ ശരിക്കും തമ്മിലടിക്കേണ്ട ആൾക്കാരല്ലേ? ഇവർ ശത്രുക്കളല്ല. അയ്യോ, ചത്തില്ല. ആറടാ
ഒരു ഡാമേജ് ഉണ്ട് കേട്ടോ ആർമറായിട്ട് മൂലം. ഞാൻ അമ്പ എന്തിനാ എടുത്തുകൊണ്ട് വന്നു. ഓക്കെ അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതേ അവന്മാർ പിന്നെയും തന്നെ ഇവിടെയുള്ള ഗോൾഡൊക്കെ എടുത്ത് ഇവന്മാരെന്നെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അത് എപ്പോഴേ മുക്കിയാണ്. ഇവിടെ ഇവന്മാർ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എൻട്രപ്പേളിനെ ബാർട്ടിങ് ചെയ്യാം, അല്ല ബാർട്ടിങ് അങ്ങനെ എന്താ ഇവന്മാരെയൊക്കെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഞാൻ അവിടെ എന്തോ ഒരു സ്ട്രക്ചർ പോലെ കാണുന്നു. ഞാൻ റെൻഡർ ഒന്ന് കൂട്ടിയിട്ട് നോക്കട്ടെ. റെൻഡർ കൂട്ടിയാലും കാണാൻ ചാൻസ് കുറവാണ്, കാരണം ഫോഗ് 18 ചങ്ക്. ഇല്ല, ഇപ്പോഴും ക്ലിയർ അല്ല, ഫോഗാണ് ഫുള്ള്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചങ്ങോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് കുറച്ച് എൻഡർമാനൊക്കെ കാണുന്നു. മിക്കവാറും അങ്ങോട്ടേക്കൊരു വാർപ്പിഡ് ഫോറസ്റ്റ് എല്ലാം ഉണ്ടാവും. എനിക്ക് എന്താണ് ഇത്ര ലാഗ് അടിക്കണത്? അത് സ്ട്രക്ചറൊന്നും അല്ല, അത് അവിടെ ഇത് തന്നെ. ഇപ്പം ഞാൻ ചത്തേനെ ഞാൻ ബ്രിഡ്ജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗാസ്റ്റ് എന്നെ ഷൂട്ട് ചെയ്തോളൂ. ഞാനത് ഗാസ്റ്റ് എന്നെ വീഡിയോ ചെയ്യുന്ന രീതി ഞാൻ അങ്ങോട്ട് ഒറ്റ ചാട്ടം കൊടുത്ത് ചാടി. ഭാഗ്യത്തിന് ഞാൻ ചത്തില്ല. പെട്ടെന്ന് എൻ്റെ പൊന്നോ, ചങ്കൊരു നിമിഷം പതറിപ്പോയി. നമ്മളിപ്പോൾ ചത്താലും വലുതായിട്ട് ഞാൻ ഒന്നും ഡിസപ്പോയിൻറ്റഡ് ആവത്തൊന്നുമില്ല, കാരണം സ്പെയർ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, ഇൻക്ലൂഡിങ് എ ന്യൂ ഡയമണ്ട് ആർമർ. ഞാൻ പറഞ്ഞില്ലേ അവിടെ തന്നെ ഉണ്ടായിരുന്നു വാർപ്പിഡ് ഫോറസ്റ്റ്. അപ്പോൾ എൻട്രപ്പേൾ കിട്ടാനുള്ളതായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോർട്രസും കൂടി കണ്ടുപിടിച്ചാൽ മതി. എന്നാൽ ഫോർട്രസ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒപ്പിക്കാം. ഇപ്പം എന്തായാലും നമുക്ക് എൻട്രപ്പേൾ ഒപ്പിക്കാം. അങ്ങോട്ടേക്ക് വാർപ്പിഡ് ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ എൻട്രമാനും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഷെൽട്ടർ പോലെ അങ്ങോട്ട് പണിയാം. ഓക്കെ, ഇനി നമുക്ക് 2-3 നേരം ഇങ്ങനെ അങ്ങോട്ട് നോക്കാം. മറ്റേ ഇവിടെ ഒരു ബ്ലോക്ക് കുഴിക്കുക, ഇവിടെ നിൽക്കുക. നമ്മുടെ വന്മാർ വരുമല്ലോ, വരാത്തന്നെ. ഞാനിവിടെയാണ്, ഇങ്ങോട്ട് വരാൻ. കമോൺ ബ്രോ. ഓക്കെ, ഇങ്ങനെ നിൽക്കുക, ചാടി അടിക്കുക. എൻട്രപ്പേളും കൂടി ഞാൻ കൗണ്ട് ചെയ്തേക്കാം. അപ്പോൾ ഒരെണ്ണായി. അവിടെ ഇങ്ങ് പാടേ എന്ത് അവൻ പോയി? ഇല്ല, പോയില്ല. ഇതിനകത്ത് രണ്ടെണ്ണായി. ഓക്കെ, 3, 4 ലൂട്ടിങ് 3 കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കുമായിരുന്നു. 5, 6 ഇത് പെട്ടെന്ന് കിട്ടണമല്ലോ. അത് 7, 8 അവിടെ പണിയൊന്നും തന്നില്ല. 9, 10,
11 3 കൂടി മതി, അല്ലെങ്കിൽ വേണ്ട ഒരു 5 ഇരുന്നോട്ടെ. നമുക്ക് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, കുറച്ചധികം എന്തായാലും കയ്യിൽ ഇരുന്നോട്ടെ. 12. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഫുൾ എൻ്റർപ്രേളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർട്രസ് കണ്ടുപിടിക്കാനുള്ളൂ. അത് ഞാൻ ഓഫ് ക്യാമറയിൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെ. അപ്പോൾ നമ്മൾ എൻ്റർപ്രേൾ ഒപ്പിച്ചു. ഇനി നമുക്ക് ഫോർട്രസ് കണ്ടുപിടിച്ച് ബ്ലേസിനെയും കൂടി ഒപ്പിച്ചാൽ നേരെ എൻഡിലോട്ട്. എൻഡിൽ പോയി ഡ്രാഗനെ തീർത്തിട്ട് വേണം എനിക്കിവിടെ ബാക്കി ബിൽഡും കൂടി ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.